നല്ല നമസ്കാരമുണ്ട്. ഇപ്പോൾ വന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചാ വിഷയമായി മാറിയ പാർലമെൻറ്റ് പാസ്സാക്കിയ പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കാനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നവംബർ 8, 2016 അർദ്ധരാത്രിക്ക് പ്രധാനമന്ത്രി നോട്ട് പിൻവലിക്കുകയുണ്ടായി. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 1000, 500 രൂപ നോട്ടുകളുടെ വിനിമയം തടയുക, അതുവഴി കള്ളപ്പണ ഇടപാടുകൾ നിർത്തലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ആയിരുന്നു ഈ നോട്ട് പിൻവലിക്കേണ്ടായത്. എന്നാൽ അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ കൂടുതലായി വന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് ഒട്ടനവധി ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പുകൾ വരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ നോട്ട് പിൻവലിക്കുക വഴി കള്ളപ്പണ ഇടപാടുകൾ ഇല്ലാതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ഇല്ലാതെയായിട്ടില്ല. എന്നാൽ ഒട്ടേറെ കടലാസ് കമ്പനികൾ ഇല്ലാതായി പോയിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അത് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്താൻ നിർബന്ധിതരായി. പണം കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്നും ബാങ്കിൽ സൂക്ഷിക്കുക എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഏതൊരു ഗുണത്തിനും മറ്റൊരു ദോഷവശം ഉണ്ട് എന്നുള്ളതാണല്ലോ വാസ്തവം. അതായത് ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് ഗുണദോഷം. എല്ലാവരെയും ബാങ്ക് അക്കൗണ്ടുകൾക്ക് എടുക്കാനുള്ള പ്രേരണ നൽകിയ ഈ നോട്ട് നിരോധനം ബാങ്ക് അക്കൗണ്ടുകൾ കൂടിയതോടുകൂടി ബാങ്ക് അക്കൗണ്ട് എടുത്ത ഉടമകൾക്ക് മറുപണിയും തന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തണം എന്നുള്ള പേര് പറഞ്ഞ് സാധാരണക്കാരെ അവർ പിഴിഞ്ഞു പറ്റിയിട്ടുണ്ട്. മിനിമം ബാലൻസ് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളിൽ നിന്നും ഒട്ടേറെ തുക പിഴ ഇനത്തിൽ ഈടാക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഈടാക്കിയിട്ടുണ്ട് എന്നുള്ളത് റിസർവ് ബാങ്ക് വരെ സമ്മതിച്ച വസ്തുത തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നിയമമുണ്ടെങ്കിലും, അതായത് മിനിമം ബാലൻസിന്റെ പേരിൽ പിഴ ചുമത്താൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും പിഴ ചുമത്തപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ സൗജന്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിൽ പലതും ഉപഭോക്താക്കൾക്ക് ഇതുവരെയും കിട്ടിത്തുടങ്ങിയിട്ടില്ല, പ്രത്യേകിച്ചും സൗജന്യ നിരക്കിൽ എന്നുള്ളതാണ് വാസ്തവം. ശരിയാണ്, ഒട്ടേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായി, ആളുകൾ കൂടുതലായി ബാങ്കുകളെ ആശ്രയിക്കാൻ തുടങ്ങി, ഇടപാടുകൾ മുഴുവൻ ബാങ്ക് മുഖേനയായി. അതുവഴി പണം കൈമാറുന്നത് വളരെ സുരക്ഷിതമായി മാറി എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിൽ കൂടിയും ഈ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. അതുമാത്രമല്ല, ഒട്ടേറെ കേസുകൾ ഇതും പ്രകാരം രജിസ്റ്റർ ചെയ്തതും ഈ കാലയളവിലാണ്. അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ പണം കൈമാറ്റം നടത്തുക, അതിന് സഹായകമായിട്ട് UPI വന്നു, UPI ഇടപാടുകൾ കൂടി. ഇതൊക്കെ നമുക്ക് ഗുണമുണ്ടാക്കിയപ്പോഴും ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചതിക്കുഴികളിൽ വീഴപ്പെട്ടു, അവരുടെ പണം നഷ്ടപ്പെട്ടു. അത് തിരികെ കൊടുക്കാൻ ആരും തയ്യാറായതുമില്ല എന്നുള്ളതാണ് വാസ്തവം. പണം നഷ്ടപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്.
വ്യക്തിപരമായി തന്നെ അറിയാം. അവർക്കൊന്നും ഇതുവരെയും പണം ലഭ്യമായിട്ടില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പുതിയ ഭേദഗതി, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കേന്ദ്ര സർക്കാർ പറഞ്ഞത് 1.5 കോടിക്ക് മുകളിൽ ഇടപാടുകൾ നടത്തുന്നവർക്ക് മാത്രമാണ് ചാർജ് ഈടാക്കാൻ പോകുന്നത് എന്നാണ്. അതായത് ഇത്രയും കാലം UPI ഇടപാടുകൾ മുഴുവൻ സൗജന്യമായിരുന്നു. ഇടക്കാലത്ത് അതിന് മാറ്റം വന്നിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഓരോ ഇടപാട് നടത്തുമ്പോഴും അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ ചാർജ് ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന Paytm ആയിക്കോട്ടെ, എന്താ പറയുക, ഫോൺ പേ ആയിക്കോട്ടെ, ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഇതിലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഫോൺ റീചാർജ് ചെയ്ത് നോക്കൂ. ചെറിയ ചെറിയ സർവീസ് ചാർജ് അവർ ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കാലമായി. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിലുള്ള പണം ഊറ്റുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡിജിറ്റൽ ഇന്ത്യക്ക് തുരങ്കം വെക്കുന്ന ഒരു ഇടപാടാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, ക്യാഷ് കൈകാര്യം തന്നെ ചെയ്യാൻ നിർബന്ധിതരാവുന്ന കാലഘട്ടത്തിലേക്കാണ് ഇത് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഭേദഗതി വലിയ ഇടപാടുകൾ അഥവാ 1.5 കോടിക്ക് മുകളിൽ മാത്രം ഇടപാടുകൾ നടത്തുന്ന ആളുകളെ മാത്രമാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് സർക്കാർ ഭാഷ്യം അല്ലെങ്കിൽ സർക്കാർ വാദം. അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് എന്നുള്ളത് ഭാവിയിൽ തന്നെ ദിവസങ്ങൾക്കകം തെളിയിക്കപ്പെടും. കാരണം നമ്മുടെ രാജ്യത്തെ എന്തൊരു കാര്യം നടപ്പാക്കി കഴിഞ്ഞാലും അതിൻ്റെ അവസാനം അതിന് ബലിയാടാവുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, വലിയ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ നഷ്ടം സംഭവിക്കാൻ, അവരുടെ ഇടപാടുകൾക്കിടയിൽ നഷ്ടം സംഭവിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കില്ല. അത് കച്ചവടക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്തോ ആയിക്കോട്ടെ, എത്ര വൻകിടക്കാരായാലും അവരുടെ കാശ് വെറുതെ കളയാൻ അവർ തയ്യാറാവില്ല. അപ്പോ കച്ചവടക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെങ്കിലും ആരോ ആയിക്കോട്ടെ, അവർ നൽകുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം, അതിന് അവരുടെ മുകളിൽ സർക്കാർ ഒരു ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവരുടെ സാധനത്തിന്റെ വില കൂട്ടും. അതായത് ഈ നിർമ്മിക്കുന്ന ആളുകൾ ഒക്കെ വില കൂട്ടും. അവരിൽ നിന്നും സാധനം വാങ്ങുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് പണം നൽകേണ്ടി വരും. അതായത് ഈ ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് കൂടി ഇപ്പോഴത്തെ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഹോൾസെയിലർമാർ വാങ്ങേണ്ടി വരും. അവരൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ അവരും കൂടിയ വിലയ്ക്ക് മാത്രമേ വിൽക്കുള്ളൂ. അവർ റീറ്റെയിലർമാർക്ക് വിൽക്കുന്ന വിലയും കൂടും. റീറ്റെയിലർമാര് ലാഭം കുറയ്ക്കാൻ തയ്യാറാവോ? ഒരിക്കലും ഇല്ല. അവരും വില കൂട്ടും. അപ്പൊ സാധാരണക്കാരൻ ഇത് വാങ്ങാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാലത്ത് വാങ്ങിയതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കേണ്ടി വരും, കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അതാണ് വാസ്തവത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. സർക്കാർ എങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിച്ചു സാധാരണക്കാരനെ ബാധിക്കില്ല എന്ന് പറഞ്ഞാലും ഇത് ബാധിക്കും എന്നുള്ളത് വരും കാലത്ത് തെളിയിക്കപ്പെടും. പക്ഷെ അതേ അവസരത്തിൽ സർക്കാർ ഒരു കാര്യം പറഞ്ഞത് വളരെയധികം നന്നായിട്ടുണ്ട്. സാധാരണ ആളുകൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകൾക്ക് ഈ ചാർജ് നിലവിൽ ഈടാക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭാവിയിൽ ഈടാക്കുമോ ഇല്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പൊ ഈടാക്കാതെ ഇരുന്നാൽ അത്രയും നല്ലത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും സാധാരണക്കാരനെ ബാധിക്കില്ല എന്ന് പറയുന്ന ആ ഒരു നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഏതൊന്നിൻ്റെയും അവസാനം അത് വരുന്നത് മുഴുവൻ, അതിന്റെ ബാധ്യത മുഴുവൻ വരുന്നത് സാധാരണക്കാരന്റെ പെടലിക്കാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇത് വരും കാലത്ത് തന്നെ തെളിയിക്കപ്പെടും, ഒട്ടും സംശയമില്ല. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില കൂടും, സാധാരണക്കാരനെ ബാധിക്കും. വേണ്ടവർക്ക് ഇത് കുറിച്ചു വെക്കാം. കാരണം
വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഏതൊരു സാധനത്തിനും സേവനത്തിനും വില കൂടില്ല എന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞാലും അത് ഉണ്ടാക്കുന്നവരുടെ മുകളിൽ എന്തെങ്കിലും നികുതി ഇനത്തിലോ ചാർജ് ഇനത്തിലോ സർക്കാർ ചുമത്തിക്കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്നവർ സ്വാഭാവികമായിട്ടും സാധനത്തിൻ്റെയും സേവനത്തിൻ്റെയും വില കൂട്ടും. അത് എങ്ങനെ തന്നെയായാലും അവസാനം ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് കൂടുതൽ ബാധ്യത ഉണ്ടാക്കും എന്നുള്ളത് ഒട്ടേറെ തവണ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ വെറുതെ ഇത്തരം വ്യാജ വാഗ്ദാനങ്ങൾ കൊടുക്കരുത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരം വങ്കത്തരങ്ങളായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം സർക്കാരിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യക്ക് വരെ ഇത് ദോഷം ചെയ്യും. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് നടക്കാൻ നിർബന്ധിതരായ ആളുകൾ പോലും അതിൽ നിന്നും പിൻവാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആളുകളും ഡിജിറ്റൽ പേയ്മെന്റ്സിനോട് പതുക്കെ പതുക്കെ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അത് വ്യക്തിപരമായിട്ട് തന്നെ ഞാനും പറയാം, ബാങ്ക് അക്കൗണ്ടിൽ കാശുള്ളത് കൊണ്ട് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അത് പതുക്കെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ പേയ്മെന്റിനോട് സ്വാഭാവികമായിട്ടും പല ആളുകളും പിൻവലിഞ്ഞു തുടങ്ങി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തായാലും ഈ പുതിയ ഭേദഗതി സാധാരണക്കാരനെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്നുള്ളത് വരുംകാല ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഏവർക്കും ബോധ്യമാവും. അതുവഴി സർക്കാരിനും ബോധ്യമാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കാലമെല്ലാം തെളിയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.